a hexagonal pyramid of base edge 40 mm and altitude 80 mm rests on one of its base edges on the HP with its axis inclined at 30 degree to the HP and parallel to the VP. Draw its plan and elevation. So നിങ്ങളോട് സോളിഡിന്റെ എന്താണ് അതിന്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ആണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോളിഡ് എന്ന് പറയുന്നത് എന്താണ് ഹെക്സഗണൽ പിരമിഡ് ആണ് അല്ലെ. ഹെക്സഗണൽ പിരമിഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലും ലാറ്ററൽ സർഫസ് എന്ന് പറയുന്നത് ട്രയാങ്കുലർ ഷേപ്പിലും ബേസ് എഡ്ജ് എന്ന് പറയുന്നത് എന്താണ് ഹെക്സഗൺ ഷേപ്പിലും ആയിരിക്കും ഹെക്സഗണൽ പിരമിഡ് ആയതുകൊണ്ട്. സോ അതിന്റെ ബേസ് എഡ്ജ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലെ. ബേസ് എഡ്ജ് 40 എന്ന് പറയുന്നുണ്ട് ആൻഡ് ആൾട്ടിറ്റ്യൂഡ് അല്ലെ ആക്സിസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ് 80 mm എന്ന് പറയുന്നുണ്ട്. ആൻഡ് ദ പൊസിഷൻ റെസ്റ്റ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് എന്നാണ് പറയുന്നത് അല്ലെ. റെസ്റ്റ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഓൺ HP. സോ പലതരത്തിൽ ഓറിയന്റേഷൻ വരാതെ നമ്മൾ പറയുന്നു. either it can be resting on one of its base corner അല്ലെങ്കിൽ ബേസ് എഡ്ജ് അതുപോലെയുള്ള പല രീതിയിലും വരയ്ക്കാം നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. സോ ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഇറ്റ്സ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് with its axis inclined at 30 degree to the HP. So there is an inclination also with respect in HP. So HP-ലുള്ള ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് വ്യൂയിലാണ് കാണുന്നത് ഫ്രണ്ട് വ്യൂയിലായിരിക്കും നമ്മൾ കാണുന്നത്. ആൻഡ് axis is parallel to the VP. So distance from VP will be same for the axis. So draw its plan and elevation എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ കേസിൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇനീഷ്യലി XY ലൈൻ വരയ്ക്കും. ഓക്കെ, ഞാൻ വരയ്ക്കുന്നത് കാണുന്നുണ്ടോ? Yes sir. ഓക്കെ, ഇനീഷ്യലി XY ലൈൻ വരയ്ക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഹെക്സഗൺ ആ പറഞ്ഞ ഷേപ്പിൽ വരയ്ക്കണം അല്ലെ. ഇവിടെ XYന്ന് എത്ര ഹെക്സഗൺ മാറിയിട്ടെന്നുള്ള ഡിസ്റ്റൻസ് തരാത്തതുകൊണ്ട് നമുക്ക് എവിടെ ആണെങ്കിലും വരയ്ക്കാവുന്നുള്ളൂ. സോ ഞാൻ എന്താണ് ആ പറഞ്ഞത് 40 mm ആണെങ്കിലും ഞാൻ ഇവിടുത്തെ ഒരു സൈസ് കൺസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ട് ഞാനതൊരു ചെറിയ 2 cm വരച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, 2 cm ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. നൗ ഞാൻ ഈ പറഞ്ഞ എക്സാനെ എനിക്ക് എങ്ങനെ വേണം പ്ലേസ് ചെയ്യാം? ഞാൻ ഇതാണ് ചോദിച്ചത് നിങ്ങളോട്. അതായത് എന്താണ് എൻ്റെ എക്സാനെ എനിക്ക് പ്ലേസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇനീഷ്യലി നിങ്ങൾ എന്താണ് XY ലൈൻ വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ നമുക്ക് വരയ്ക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. സോ ഫോർ ഡ്രോയിങ് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ നിങ്ങൾ പറഞ്ഞു ടോപ്പ് വ്യൂ വിൽ ബി എന്താണ് പറഞ്ഞത്? ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഒരു ഹെക്സഗൺ ആണെന്ന് പറഞ്ഞു. സോ വി വിൽ ഡ്രോ ദ ഹെക്സഗൺ. ഓക്കെ, സോ ഇത് തന്നെ നിങ്ങൾക്ക് എന്താണ് പലതരത്തിൽ വരയ്ക്കാം. സി, ഇതൊരു കണ്ടീഷനാണ്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് ഇറ്റ്സ് ഈ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈക്വലി ഇൻക്ലൈൻ ടു VP ആണ്. ഇവിടെ നോക്കിയാൽ ഈ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് എന്താണ് ഈക്വലി ഇൻക്ലൈൻഡ് ആണ്. അല്ലെങ്കിൽ വേറൊരു കണ്ടീഷൻ പറഞ്ഞാൽ എന്താണ് ഈ ബേസ് എഡ്ജ് ഇതൊക്കെയും ബേസ് എഡ്ജസ് ആണ് അല്ലെ. അപ്പൊ ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു VP എന്ന് പറയുന്ന കണ്ടീഷനാണിത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെങ്ങനെ വരയ്ക്കാം? ഇങ്ങനെയും വരയ്ക്കാം. ഈ കേസ് എന്താണ് ബേസ് എഡ്ജ് പാരലൽ ടു VP എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഇതിവിടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അറിയാം ഈക്വൽ ഡിസ്റ്റൻസിലാണ്. സോ പാരലൽ ടു VP. ഈ രണ്ട് കണ്ടീഷനിലാണ് നമുക്ക് ഓറിയന്റേഷൻ വരയ്ക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, either ഈക്വലി ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ എന്ത് നമ്മൾ പറഞ്ഞതുപോലെ ഈക്വലി ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ പറഞ്ഞ കണ്ടീഷനാണ് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് പാരലൽ ടു VP. സോ ഇതിൽ ഏത് കണ്ടീഷൻ എടുക്കണം എന്നാണ് നമ്മൾ അറിയേണ്ടത്. സോ അത് ആ ക്വസ്റ്റ്യനിൽ പറയുന്ന ഓറിയന്റേഷൻ അനുസരിച്ചാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനിൽ പറയുന്ന ഓറിയന്റേഷൻ എങ്ങനെയാണ് നോക്കുക, അതിനനുസരിച്ച് വേണം നമ്മൾ വരയ്ക്കാൻ. സോ ഈ കേസിൽ ഇപ്പൊ എന്താണ് നമ്മൾ ഇങ്ങനെ വേണം വരയ്ക്കാൻ. വൈ? ബിക്കോസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ആണ്. സോ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഈ ബേസ് എഡ്ജിൽ വേണം അത് നിൽക്കാനായിട്ട് അല്ലെ. ഇങ്ങനെയാണ് നിർത്തിയെങ്കിൽ എന്ത് പറ്റും? ഇങ്ങനെയാണ് നിർത്തിയെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ഇൻക്ലിനേഷൻ കൊടുക്കുമ്പോൾ റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് കോർണർ ആയി മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓറിയന്റേഷൻ വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, സോ ഈ ഓറിയന്റേഷൻ വേണം നിങ്ങൾ വരയ്ക്കാൻ. സോ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരയ്ക്കും? യു വിൽ ഡ്രോപ്പ് ദ പ്രൊജക്ടേഴ്സ് അല്ലേ. പ്രൊജക്ടേഴ്സ് നമ്മൾ ഡ്രോപ്പ് ചെയ്യും. സോ ഫ്രം ഈച്ച് പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പ്രൊജക്ടർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ്സ് കിട്ടും.
ഇവിടെ നിന്ന് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യും, കറസ്പോണ്ടിങ് പോയിന്റ്സ് കിട്ടും. ഇവിടെ നിന്ന് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യും, എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് പോയിന്റ്സ് നമുക്ക് ലഭിക്കും. ഓക്കെ, അതിനുശേഷം എന്താണ്, ആക്സിസ് ലെങ്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എത്രയാണ്, ആക്സിസ് ലെങ്ത് 80 എന്ന് പറഞ്ഞത് നിങ്ങൾ മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഇത് ഞാൻ കുറച്ച് സ്കെയിൽ ഡൗൺ ചെയ്ത് വരയ്ക്കുന്ന പോലെയാണ് വരയ്ക്കുന്നത്, ജസ്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ട്. സോ ഇത് നിങ്ങൾ വരച്ചു കഴിഞ്ഞു. അതിനുശേഷം എന്താണ്, യു വിൽ കണക്ട് ബിറ്റ്വീൻ ദിസ് പോയിന്റ്സ് ടു അപ്പെക്സ് പോയിന്റ്, അല്ലേ, അപ്പെക്സ് പോയിന്റിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യും. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി ദ സിമ്പിൾ വ്യൂ, അല്ലെ, അതിന്റെ ഫസ്റ്റ് സെറ്റ് ഓഫ് സിമ്പിൾ വ്യൂ ആണ് നിങ്ങൾ വരച്ചത്. നൗ വാട്ട് വി ഹാവ് ടു ഡു, ഓക്കെ, സോ നിങ്ങൾ അറിയണം ഇവിടെ എന്താണ്, ഇൻ ബിറ്റ്വീൻ കോർണേഴ്സ് നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ എന്താണ്, യു വിൽ ഗെറ്റ് ദ ആക്സിസ് പോയിന്റ് ഓൺ ടോപ്പ് ഓൾസോ, അല്ലെ, നിങ്ങൾക്ക് അത് നെയിം ചെയ്യാനായിട്ടും പറ്റും. എന്താണ്, OP എന്നോ MN എന്തെങ്കിലും നെയിം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ്, ഹെക്സഗണിന് നിങ്ങളൊരു നെയിം കൊടുക്കുക, ABCDEF എന്തെങ്കിലും കൊടുക്കുക. ഓക്കെ, സോ ആഫ്റ്റർ ദിസ് വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു കോപ്പി ദ എൻറ്റയർ തിങ് ഇൻ ഫ്രണ്ട് വ്യൂ വിത്ത് റെസ്പെക്ട് ടു നമ്മൾ പറഞ്ഞ കണ്ടീഷനിൽ ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു HP, ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ ശ്രദ്ധിച്ചാൽ ഇതാണ് നിങ്ങളുടെ ആക്സിസ് വരുന്ന ലൈൻ, ഇവിടെയാണ് ആക്സിസ് വരുന്ന ലൈൻ. സോ ആ ആക്സിസ് വരുന്ന ലൈനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ മാറ്റിയിട്ട് ഇൻക്ലൈൻ ടു 30 ഡിഗ്രി എന്ന് പറയുന്നത്. സോ ദിസ് ലൈൻ ഈസ് സച്ച് എ വേ ദാറ്റ് ദിസ് ഈസ് ഇൻക്ലൈൻ 30 ഡിഗ്രി വിത്ത് XY ലൈൻ, അതായത് ഇൻക്ലിനേഷൻ ഇൻ 30 ഡിഗ്രി ഇൻ HP. ആൻഡ് വാട്ട് യു ഹാവ് ടു ഡു, ഈ എൻ്റെ ഡിസ്റ്റൻസും കാര്യങ്ങളും നിങ്ങൾ എന്താണ് ഇങ്ങോട്ട് കോപ്പി ചെയ്യണം. ഓക്കെ, സോ ഇത് ഇങ്ങനെ വരയ്ക്കും. ഈ ഡിസ്റ്റൻസ് ടു ഇവിടെയുള്ള ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം ദിസ് പോയിന്റ് ആൻഡ് റീച്ചിങ് ദിസ് പോയിന്റ്. ഇപ്പൊ ഇവിടെ വരച്ച് എവിടെയെങ്കിലും ഒരു കണ്ടീഷനിൽ അത് സാറ്റിസ്ഫൈ ഉള്ളൂ. സപ്പോസ് ഇത് 2 സെന്റിമീറ്റർ എന്ന് വിചാരിക്കുക. അപ്പൊ ചിലപ്പോൾ ഇവിടെ എടുത്താൽ 2 സെന്റിമീറ്റർ ഇല്ല. അപ്പൊ എവിടെ നിന്നാണോ 2 സെന്റിമീറ്റർ വരുന്നത് അതിനനുസരിച്ച് വരയ്ക്കുക. ഓക്കെ, ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയ രീതിയിൽ അത് വരയ്ക്കാം. ദെൻ സിമിലർലി ഈ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് എന്താണ് കോപ്പി ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആ ഡിസ്റ്റൻസ് നിങ്ങൾ കോപ്പി ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യാം, ഈ ആക്സിസ് ലെങ്ത്തിൽ എത്രയാണെന്ന് പറഞ്ഞത് ഇവിടെ നിന്ന് സെന്ററിൽ നിന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ പോയിന്റ്. സപ്പോസ് ഇതാണ് ആ പോയിന്റ് എങ്കിൽ കണക്ട് ദിസ് പോയിന്റ്സ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങൾ എന്താണ് അതിന്റെ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നത്. ഓക്കെ, കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ നിങ്ങൾ വരയ്ക്കും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യും, യു വിൽ ഡ്രോപ്പ് ദ പ്രൊജക്ടേഴ്സ്, റൈറ്റ്, യു വിൽ ഡ്രോപ്പ് ദ പ്രൊജക്ടേഴ്സ്. സോ ഇഫ് ഐ എം ഡാർക്കനിങ് ദ തിക്കൻ ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ this will be somewhat like this. Okay, and you will drop the projectors. So dropping projectors എന്ന് പറഞ്ഞാൽ എന്താണ്, from each corner you will drop the projector. Okay, you will drop it, and ഇതാണ് അതിന്റെ ആക്സിസിന്റെ സെന്റർ പോയിന്റ് വരുന്നത്, അല്ലേ. സോ അവിടെ നിന്ന് നമ്മൾ എന്താണ് ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, then we will drop the projector from here. ഈ ലൈൻസ് ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിന്റെ ഒക്കെ ഏതൊക്കെയാണ് അതിന്റെ പോയിന്റ്സ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, സോ പാസിംഗ് ത്രൂ ഈച്ച് പോയിന്റ്സ് നിങ്ങളിത് വരയ്ക്കുക, ആക്സിസിൽ നിന്നുള്ളത് നിങ്ങൾ വരയ്ക്കുക. ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാവും എവിടെയാണ് ഓരോ പോയിന്റ്സ് വരാൻ പോകുന്നത്. സപ്പോസ് ഇഫ് യു ആർ നെയിമിംഗ് ദിസ്, ഇഫ് യു ആർ നെയിമിംഗ്, സോ ഇതെന്താണ് ഞാൻ നെയിം ചെയ്യുമ്പോൾ. ഓക്കെ, സോ this will be A, B, C, D, E, F. Okay, so this point will be A dash, B dash. ഈ പോയിന്റ് എന്ന് പറയുന്നതായിരിക്കും എന്ത്, C dash, F dash. അതുപോലെ തന്നെ ഈ OP എന്നുള്ളത് ഇവിടെ ഉണ്ടാവും, OP അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് അതും കൂടെ വരും, O dash, അതുപോലെ ഇവിടെ P ഡാഷ്. ഇതായിരിക്കും എന്റെ D ഡാഷ്, E ഡാഷ്. ഓക്കെ, സോ സിമിലർ നെയിമിങ് ഇവിടെ നിങ്ങൾ എന്താണ് സെയിം പോയിന്റ്സ് ആണ് വരുന്നത്. A ഡാഷ് B ഡാഷ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും വരിക, A ഡാഷ് B ഡാഷ് ഇവിടെ ആയിരിക്കും വരിക, അതുപോലെ P ഡാഷ് ഇവിടെ ആയിരിക്കും വരിക. അങ്ങനെ എൻ്റയർ തിങ്സ് നമ്മൾ നെയിം ചെയ്യണം. ഓക്കെ, സോ ഇത് ഈ പോയിന്റ് ആയിരിക്കും D ഡാഷ്, E ഡാഷ്, ദെൻ ഇതാണ് C ഡാഷ്, F ഡാഷ്. ഓക്കെ, അതുപോലെ തന്നെ O ഡാഷ് ഇവിടെ ആയിരിക്കും വരും. സോ ഇതൊക്കെ നെയിം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പാസ് ചെയ്യുന്ന ലൈൻസ് നമ്മൾ ചെക്ക് ചെയ്യുക. ദിസ് ഇസ് ദ ലൈൻ ത്രൂ എന്താണ്, ത്രൂ A ഡാഷ് ആൻഡ് B ഡാഷ്. അതുപോലെ ഇവിടെ നിന്ന് എയിൽ നിന്ന് ബിയിൽ നിന്ന് വരുന്ന ലൈൻ ഏതാണെന്ന് നോക്കുക. സോ ഈ ലൈനാണ് എയിൽ നിന്ന് വരുന്നത്. ഓക്കെ, സോ ദിസ് പോയിന്റ് വിൽ ബി ഏത് പോയിന്റ്, പോയിന്റ് എ. അതുപോലെ ബിയിലൂടെ വരുന്ന ലൈൻ ഇതാണ്, ബി വരുന്ന ലൈൻ ഇതാണ്. സോ ദിസ് പോയിന്റ് വിൽ ബി ബി, ഈ പോയിന്റും ഈ പോയിന്റും.
ഇനി സിയിൽ നിന്ന് വരുന്ന ലൈൻ നോക്കുക. ഇതാണ് സി ഡാഷ് വരുന്നത്, ഇവിടെ നിന്ന് സിയിൽ നിന്ന് വരുന്ന ലൈൻ. സോ ദിസ് പോയിന്റ്. ഓക്കെ, ദെൻ ദിസ് ഈസ് ദ പോയിന്റ് ഫോർ ഏത് ഡി ഡാഷ്. ഈ പോയിന്റാണ് ഡിയിലും, ഇവിടെ നിന്നാണ് ഡിയിൽ നിന്നും ബന്ധം ക്രോസ് ചെയ്തത്. സിമിലർലി ഇതാണ് ഇയുടെ പോയിന്റ്. ഓക്കെ, ഇതാണ് എഫിന്റെ പോയിന്റ്. അതുപോലെ തന്നെ ഒ പി എന്ന് വരുന്നത് ഇവിടെ വരുന്നത് കൊണ്ട് തന്നെ ഇതാണ് ഒ, ഇതാണ് പി. ഓക്കെ, സോ അത് ഞാൻ കണക്ട് ചെയ്യണമെങ്കിൽ എ ബി കണക്ട് ചെയ്തു, ബി സി കണക്ട് ചെയ്തു, സി ഡി കണക്ട് ചെയ്തു, എ എഫും ഇ എഫും കണക്ട് ചെയ്തു. ഓക്കെ, ആൻഡ് കണക്ടിങ് ടു ദ അപ്പെക്സ്. സി, ഇതാണ് അതിന്റെ പ്രൊജക്ഷൻ. ഓക്കെ, ഇനി എന്താണ് ഒ ടു പി എന്ന് പറയുന്നത് ഒരു ഡാഷ് ലൈനായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, ഒ ടു പി എന്ന് പറയുന്നത് ഒരു ഡാഷ് ലൈനായിട്ട് നമുക്ക് വരയ്ക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഹിഡൻ ലൈൻസ് ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ ബി ടു പി എന്ന് പറയുന്നത് എ ടു പി എന്ന് പറയുന്നത് ഹിഡൻ ലൈൻസ് ആണ്. ഓക്കെ, സോ അതും നിങ്ങൾക്ക് എന്താണ് അതിലൂടെ മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതും നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ ഫിഗർ വരുന്നത്. ഇങ്ങനെയാണ് അതിന്റെ ഫിഗർ വരുന്നത്. ഇത് ക്ലിയർ ആണോ? ഓക്കെ, സോ നിങ്ങൾ ഓറിയന്റേഷൻ പിന്നെ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയാത്തതുകൊണ്ടാണ് എനിക്ക് ഡൗട്ട് ആവുന്നത്. കാരണം ഓരോ തവണ ചോദിക്കുമ്പോൾ ഇതിപ്പോ നോക്കൂ, ഈ സമയത്ത് ഇത് റെസ്റ്റ് ചെയ്ത ഏതിലാണ്? ഡിഇയിലാണ് റെസ്റ്റ് ചെയ്തത് അല്ലെ? ഇവിടെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഡിഇ ആണ്. സി, ഡിഇയിലാണ് അത് കറങ്ങിയിരിക്കുന്നത്. ഓക്കെ, സോ പ്രീവിയസ് കേസിലൊക്കെ ഏതൊക്കെ എങ്ങനെയായിരുന്നു? പ്രീവിയസ് കേസിലാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ ഇതിന്റെ ഓറിയന്റേഷൻ ഞാൻ മാറ്റി വരയ്ക്കണം. ഇപ്പൊ ഇത് ഡിഇ വന്നിട്ട് ഡിഇ ഇവിടെ വന്നതുകൊണ്ടാണ് ഇത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തപ്പോൾ ഡിഇയിൽ റെസ്റ്റ് ചെയ്തത്. ഡിഇ എന്ന് പറയുന്ന ഒരു എഡ്ജ് ആണ്. ഓക്കെ, സപ്പോസ് ഇതൊരു ബേസ് കോർണറിലാണ് വരയ്ക്കേണ്ടതെന്നുണ്ടായിരുന്നെങ്കിൽ ഇതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്? ഇവിടെ നോക്കുക. സോ ആ ടൈമിൽ നിങ്ങൾ എങ്ങനെ സ്കെച്ച് ചെയ്യണം? ഇങ്ങനെ വേണം ഹെക്സാഗൺ സ്കെച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, കാരണം എന്താണ്, വിത്ത് റെസ്പെക്ട് ഇതുപോലെ ഇവിടെ ടേൺ ചെയ്യുമ്പോൾ ഈ കോർണർ വെച്ചിട്ടാണ് തിരിയുക. നോക്കൂ, ഇവിടെ ഈ സമയത്ത് ഈ എഡ്ജ് വെച്ച് തിരിഞ്ഞ സമയത്ത്, ഡിഇ വെച്ച് തിരിഞ്ഞ സമയത്ത് ഇപ്പാണ് ഇതിലാണ് തിരിക്കുന്നെങ്കിൽ അത് തിരിയുന്ന എങ്ങനെയായിരിക്കും? വിത്ത് റെസ്പെക്ട് ദിസ് കോർണർ ആയിരിക്കും തിരിയുക. ഓക്കെ, സോ അങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യനും നമുക്ക് പറയുന്നതനുസരിച്ച് വരയ്ക്കുക. സോ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ്റെ ഞാൻ വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരികയാണെങ്കിൽ, ഓക്കെ, സോ ഇവിടെ നിന്നൊക്കെ നിങ്ങൾ എന്താണ് പ്രൊജക്ടേഴ്സ് ഡ്രോപ്പ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ് ആക്സിസിൽ നിന്ന് നിങ്ങൾ എല്ലാ ലെങ്ത്തും നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിസിന്റെ പോയിന്റ് കിട്ടി. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യും? അതിന്റെ ഫ്രണ്ട് വ്യൂ കണക്ട് ചെയ്ത് വരയ്ക്കും അല്ലെ? ഫ്രണ്ട് വ്യൂ നിങ്ങൾ വരയ്ക്കുന്നു. ഇനി ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യനിൽ വിത്ത് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് കോർണർ എന്നാണെങ്കിൽ, ഓക്കെ, കോർണർ എന്നാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ടേൺ ചെയ്യുക, 30 ഡിഗ്രി ഇൻക്ലിനേഷൻ കൊടുക്കുക. സോ ആക്സിസ് നിങ്ങൾ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് വരച്ചു എന്ന് വിചാരിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യും? ഈ എൻ്റയർ ഫിഗർ കോപ്പി ചെയ്യും. ഓക്കെ, എൻ്റയർ ഫിഗർ നിങ്ങൾ കോപ്പി ചെയ്യുമ്പോൾ അപ്പോൾ ഇനി ഇവിടെ നിങ്ങൾ നെയിം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്താണ്, ഈ പോയിന്റ് ഇപ്പൊ സപ്പോസ് ഈ പോയിന്റ് നമ്മൾ പറഞ്ഞതുപോലെ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇ എന്ന് പറയുന്ന പോയിന്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇ എന്ന് പറയുന്ന പോയിന്റ് ആണെന്ന് വിചാരിക്കുക. അതായത് ഈ പോയിന്റ് ആണ് ഇ. ഓക്കെ, അപ്പൊ ആ കേസിൽ എന്താണ്, അപ്പോൾ ഇവിടെ ടേൺ ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ പോയിന്റിൽ വെച്ചിട്ടാണ് വിത്ത് റെസ്പെക്ട് ആണ് ടേൺ ചെയ്തത്. സോ പ്രീവിയസ് കേസിൽ ഇത് ഡിഇ എന്നാണ് ഈ ഇവിടെ മാറിയതെങ്കിൽ, അതായത് ഈ ബേസ് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്തെങ്കിൽ, ഈ കേസിൽ അതെന്താണ്, അതൊരൊറ്റ കോർണറിൽ റെസ്റ്റ് ചെയ്യുന്ന പോലെ. സോ ഇതിന്റെ എന്താണ് പിന്നെ നിങ്ങൾ വരച്ചു വരുമ്പോഴും അതിൽ ആ വേരിയേഷൻ കാണാനായിട്ട് സാധിക്കും. ഈ റെസ്റ്റ് ചെയ്യുന്നത് ഈ പൊസിഷനിൽ നിന്ന് മാറിയിട്ട് അതെന്താണ്, അത് മാറിയിട്ടായിരിക്കും അതിൽ വരിക. ഓക്കെ, സോ അങ്ങനെയാണ് ഓറിയന്റേഷൻ മാറുന്നതിനനുസരിച്ച് നിങ്ങൾ വരയ്ക്കേണ്ടത്. സോ ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സൊല്യൂഷൻ ആണ് നിങ്ങൾ വരയ്ക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ മാർക്ക് റെഡ്യൂസ് ചെയ്യും. അതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള ഓറിയന്റേഷനിൽ തന്നെ വരയ്ക്കണം.
ഓക്കെ, സോ അതുകൊണ്ടാണ് ഓരോ തവണ നമ്മൾ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോഴും ഹെക്സാഗൺ എങ്ങനെ പ്ലേസ് ചെയ്യണമെന്ന് ചോദിക്കുന്നതിന് അർത്ഥം. സോ റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വേണം, റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം. അല്ലെങ്കിൽ സപ്പോസ് ഇപ്പോൾ പറയാണ് ഈക്വലി ഇൻക്ലൈൻഡ് ആണ്, ബേസ് എഡ്ജസ് ആർ ഈക്വലി ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞാലും ഇതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് പാരലൽ ടു വി പി എന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അതിനി നിയർ ടു വി പി ആണോ അതോ നിയറർ ടു ഒബ്സർവർ ആണോ എന്നൊക്കെ പറഞ്ഞാൽ അതെന്താണ് മുകളിലും താഴെയിട്ട് വരും. സപ്പോസ് ഞാനിപ്പോൾ ഒരു 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 ട്രയാങ്കുലർ പിരമിഡ് ആണ് വരയ്ക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ട്രയാങ്കുലർ പിരമിഡ് ആണ് വരയ്ക്കുന്നത്. സോ ട്രയാങ്കുലർ പിരമിഡ് വിത്ത് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഈസ് പാരലൽ ടു വി പി ആൻഡ് എവേ ഫ്രം ഒബ്സർവർ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വരയ്ക്കണം? ഇങ്ങനെ വരയ്ക്കുന്നത് തെറ്റാണ്. കാരണം എന്താണ്? ഈ കേസിൽ എവേ ഫ്രം ഒബ്സർവർ അല്ല, വൺ ഓഫ് ഇറ്റ്സ് എഡ്ജ് ഈസ് പാരലൽ ടു വി പി, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. പക്ഷേ ഇവിടെ എന്താണ്? നിയറർ ടു ഒബ്സർവർ ആണ്. അതിന് ഈ കേസ് വേണം വരയ്ക്കാനായിട്ട്. എവേ ഫ്രം ഒബ്സർവർ അല്ലെങ്കിൽ നിയറർ ടു പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം വരയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഈസ് പെർപെൻഡിക്കുലർ ടു വി പി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം വരയ്ക്കാൻ, അല്ലേ? വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് ആർ ഈക്വലി ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കാം. അല്ലെങ്കിൽ ഈക്വലി ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ വരയ്ക്കാം? ഈ കേസിൽ ഇത് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, സോ അങ്ങനെ പറയുന്ന ഓരോ കേസിനും ഓറിയന്റേഷൻ അനുസരിച്ച് നമ്മുടെ എന്താണ് സോളിഡ് ടേൺ ചെയ്യേണ്ടതായിട്ട് വരും. സോ അത് നമ്മൾ പ്രോപ്പറായിട്ട് വരച്ചാൽ മാത്രമേ നമ്മുടെ എന്താണ് നെക്സ്റ്റ് സെറ്റ് ഓഫ് ഫിഗേഴ്സ് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് എന്താണ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? സോ ഈ ഫിഗർ ഇങ്ങനെയാണ് വരിക. ഓക്കെ, സോ ഈ ഫിഗർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരിക. നമ്മൾ ആ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഇവിടെ ആക്സിസ് ഇൻക്ലൈൻ 30° എടുത്തു. അതിനുശേഷം എന്താണ് റെസ്റ്റ് ചെയ്യുന്ന പോർഷൻ എന്താണ് പുറകിൽ പോയി അവിടെ നിന്ന് എന്താണ് ഹിഡൻ എഡ്ജസ് മാർക്ക് ചെയ്തു. അതിൽ വിസിബിൾ ആയ എഡ്ജസ്, അതായത് ഈ എഡ്ജസ് ഒക്കെയാണ് വിസിബിൾ. ഓക്കെ, സോ വിസിബിൾ ആയ എഡ്ജസ് ആണ് നമ്മൾ എന്താണ് മുകളിൽ വരുന്നത്. താഴെ വരുന്നതിനെ നമ്മൾ ഹിഡൻ ആയിട്ട് മാർക്ക് ചെയ്യുന്നു. ഇത് പ്രൊജക്ഷൻസ് ഓഫ് എ ഹെക്സാഗണൽ പ്രിസം ഓഫ് ബേസ് സൈഡ് 20 mm ആൻഡ് ആക്സിസ് ലെങ്ത്. സോ നിങ്ങൾക്ക് എന്താണ് ലെങ്ത്തുകൾ രണ്ടും തന്നിട്ടുണ്ട്. വെൻ ഇറ്റ് റെസ്റ്റ് ഓൺ ദ ഗ്രൗണ്ട് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ്, ഓക്കെ, റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് എന്നാണ് പറഞ്ഞത്. ഓഫ് ദ ആൻഡ് ദ ആക്സിസ് inclined at 35° to the ground and parallel to the VP. സോ ആക്സിസിന്റെ കേസ് തന്നിട്ടുണ്ട്. ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻക്ലിനേഷനേ ഉള്ളൂ. 35° ടു ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ 35° ടു HP എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് പാരലൽ ടു VP, നേരത്തെ പോലത്തെ ഒരു കണ്ടീഷൻ തന്നെയാണ്. വ്യത്യാസം എന്താണ്? സോളിഡ് ആയി മാറിയിട്ടുണ്ട്. അതിന്റെ ബേസും കാര്യങ്ങളും ഇത് തന്നിട്ടുണ്ട്. സോ അതിന്റെ ഫിഗർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരിക. അതായത് എങ്ങനെയാണ് അതിന്റെ സിമ്പിൾ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചെരിഞ്ഞ ഫിഗറിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ആദ്യം അതിന്റെ സിമ്പിൾ പൊസിഷൻ ആയിട്ട് വരയ്ക്കും. ആക്സിസ് പെർപെൻഡിക്കുലർ ടു വൺ ഓഫ് ദ പ്ലെയിൻ ആക്കി മാറ്റുന്നു, അല്ലെ? ഇവിടെ എന്താണ് ഇൻക്ലിനേഷൻ 35° എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പെർപെൻഡിക്കുലർ ആക്കി വെക്കുമ്പോൾ അതിന്റെ സിമ്പിൾ പൊസിഷൻ കിട്ടി. ഈ പൊസിഷനാണ് നമ്മൾ ആദ്യം വരയ്ക്കുക. അതുപോലെ തന്നെ ഇത് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു ഹെക്സഗൺ ഷേപ്പ് ആയിരിക്കും വരിക. പോയിന്റ് എഡ്ജ് ഇങ്ങോട്ടല്ല വരിക. കാരണം എന്താണ്? പോയിന്റിങ് എഡ്ജ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് കോർണർ ആയി മാറും, അല്ലേ? അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത്? ഈ പറഞ്ഞ കണ്ടീഷൻ പ്രകാരം റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ആണ് വേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യും? പോയിന്റിങ് എഡ്ജ് ഇങ്ങോട്ട് വരാത്ത രീതിയിൽ വരയ്ക്കും. അതായത് ഇവിടെ ഒരു സൈഡ് വരുന്ന രീതിയിൽ വരയ്ക്കും. അപ്പൊ എന്ത് ചെയ്യും? ഈ സോൾഡ് ഇങ്ങോട്ട് ചെരിക്കുമ്പോൾ ടച്ച് ചെയ്യുന്നത് എന്തായിരിക്കും? AB ആയിരിക്കും ഇവിടെ ടച്ച് ചെയ്യുന്നത്. AB ആയിരിക്കും ടച്ച് ചെയ്യുന്നത്. സോ ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്നു. 20 ലെങ്ത്തിൽ നമ്മൾ ഈ സോളിഡ് വരയ്ക്കുന്നു. അതിൽ നിന്ന് നമ്മൾ പ്രൊജക്ടേഴ്സ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഈ സെറ്റ് ഓഫ് പോയിന്റ്സും ഈ സെറ്റ് ഓഫ് പോയിന്റ്സും കിട്ടും. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് രണ്ട് ഹെക്സാഗൺ ഷേപ്പ് വരുന്നത് കൊണ്ട് തന്നെ എന്താണ് ടോപ്പ് വ്യൂവിൽ നെയിം ചെയ്യുമ്പോൾ ABCDEF എന്നും അതുപോലെ അടുത്ത ഒരു സെറ്റായിട്ട് PQRSTU എന്നും നെയിം ചെയ്യേണ്ടതായിട്ട് വരും. ആ നെയിംസ് കറസ്പോണ്ട് ചെയ്തിട്ട് കുറച്ച് നെയിംസ് ടോപ്പിലും കുറച്ച് നെയിംസ് താഴെയും പോകും. ഇനി ഇതെന്ന് പറഞ്ഞ സിമ്പിൾ പൊസിഷൻ ആയിട്ടാണ് നമ്മൾ വരച്ചത്. ആക്സിസ് പെർപെൻഡിക്കുലർ ടു എന്താണ് HP ആയിട്ടാണ് വരച്ചത്. ഇനി പറഞ്ഞ കണ്ടീഷനിലേക്ക് ചേഞ്ച് ചെയ്യുക. 35° ടു VP. അതിനെന്ത് ചെയ്യും? ആദ്യം നമ്മളൊരു 35° ലൈൻ വരയ്ക്കുന്നു. അതിനുശേഷം ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ എന്താണ് ഇങ്ങോട്ട് പ്ലോട്ട് ചെയ്യുന്നു. കീപ്പിംഗ് കണ്ടീഷൻ എന്താണ്? ഈ എഡ്ജ്, ഈ AB എന്ന് പറയുന്ന എഡ്ജാണ് ഇവിടെ ഉണ്ടാവുക. A' ഇവിടെ B' കൂടെ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ ടച്ച് ചെയ്തുകൊണ്ട് ഈ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് ഈ ഫിഗർ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നു. ഒന്നുമില്ല, ഈ ഫിഗറിനെ നമ്മൾ ഇവിടെ റീക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ നെയിം ചെയ്യുക. ഈ സെറ്റ് ഓഫ് പോയിന്റ്സ് കൊടുക്കുക, ഈ സെറ്റ് ഓഫ് പോയിന്റ്സ് കൊടുക്കുക. അതിനുശേഷം അതിൽ നിന്നൊക്കെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ സപ്പോസ് ഈ പോയിന്റ് A' B' പോയിന്റ് ആണ്.
അതുപോലെ ഇവിടെ എ ബി എന്നുള്ള ലൈൻ ഏതാന്ന് നോക്കാം. അപ്പൊ എ ഡാഷ് ബി ഡാഷ് എന്നുള്ള ലൈൻ ഇങ്ങനെ വന്ന് താഴേക്ക് ബിയിൽ നിന്നുള്ള ഒരു ലൈൻ ഇങ്ങനെ പോകുമ്പോൾ ആ പോയിന്റ് ആണ് നിങ്ങളുടെ B1. ഓക്കെ, അടുത്ത ഓരോ സെറ്റ് നമ്മൾ ഓരോ നെയിം കൊടുക്കുന്നു, ജസ്റ്റ് നെയിം ചെയ്യുന്നു. അപ്പോൾ അതേപോലെ എ ബിന്ന് വരുന്ന ലൈൻ താഴേക്ക് വരുമ്പോൾ എയിൽ നിന്നുള്ള ലൈനും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എ ബി. ഇത് വിത്ത് റെസ്പെക്ട് ഇങ്ങോട്ട് തിരിച്ചുകൊണ്ട് തന്നെ ടോപ്പിൽ നോക്കുമ്പോൾ എന്താണ് ഈ ഫിഗേഴ്സ് മാത്രമേ കാണുള്ളൂ, ഈ ബോട്ടം പോർഷൻ കാണില്ല അല്ലേ. അതുകൊണ്ട് ആ ലൈൻസ് ഒക്കെ ഹിഡൻ ആയിരിക്കും. B1 A1 എന്ന് പറയുന്നത് ഹിഡൻ ആയിട്ടായിരിക്കും വരയ്ക്കുക. വേറെ ഇവിടെ നിന്നുള്ള എയിൽ നിന്നുള്ള ഈ സൈഡിൽ നിന്നുള്ള ലെങ്ത് ഈ സൈഡിൽ ഈ ഹാഫ് എന്ന് പറയുന്നത് വിസിബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും ഭാഗം വിസിബിളും ഇതിന്റെ പുറകിൽ വരുന്ന ഭാഗം ആയതുകൊണ്ടാണ് അതിനെ നമ്മൾ ഹിഡൻ ലൈൻസ് ആയിട്ടും കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? സൊല്യൂഷൻ പറഞ്ഞല്ലോ. ഇത് ഈ കേസിൽ ഹെക്സഗൺ ആണ്, നമ്മൾ ഹെക്സഗൺ പ്രിസമാണ് ചോദിച്ചത്. സോളിഡ് എന്ന് പറയുന്നത് ഹെക്സഗൺ പ്രിസമാണ്. അതിന്റെ ബേസ് എഡ്ജും ആക്സിസ് ലെങ്ത് ഒക്കെ തന്നിട്ടുണ്ട്. സോ സിമ്പിൾ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ വരയ്ക്കണം. സിമ്പിൾ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ആക്സിസ് ഇപ്പൊ ഈ കേസിൽ ഇൻക്ലൈൻ ടു ഒരു പ്ലെയിൻ ആണ് വരുന്നത് അല്ലെ, അതിനെ നമ്മൾ എന്താണ് പെർപെൻഡിക്കുലർ ആക്കി വരയ്ക്കുന്ന രീതിയിൽ വരയ്ക്കുന്നു. സിമ്പിൾ പൊസിഷൻ നമ്മൾ വരയ്ക്കുന്നു. സോ ഈ കേസിൽ നമ്മൾ വരയ്ക്കുമ്പോൾ റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹെക്സഗൺ നമുക്ക് പലതരത്തിൽ വരയ്ക്കാന്ന് പറഞ്ഞത് അതിൽ ഈ ഓറിയന്റേഷൻ നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞു. സോ ടോപ്പ് വ്യൂ നമ്മൾ വരയ്ക്കും. അതിനുശേഷം ഇവിടെ നിന്നൊക്കെ പ്രൊജക്ടേഴ്സ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രണ്ട് വ്യൂ വരയ്ക്കാനായിട്ട് സാധിക്കും അല്ലെ. ഫ്രണ്ട് വ്യൂ വരയ്ക്കാനായിട്ട് സാധിച്ചു. ഈ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ദി ബേസ് എഡ്ജസ് എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല സർ, അതെങ്ങനെയാണ്? റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൈനലി ഈ സോളിഡ് ആ പ്ലെയിനിൽ നിൽക്കുന്നത് ടച്ച് ചെയ്യുന്നത് ഗ്രൗണ്ടുമായിട്ട് ടച്ച് ചെയ്യുന്നത് ഒരു എഡ്ജിൽ മാത്രമാണ്. ഈ ഒരു ഹെക്സഗണൽ പ്രിസത്തിന്റെ ടോപ്പ് വ്യൂ ആണിത്. അതിന്റെ ടോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹെക്സഗൺ ആണ്. സോ അതിന്റെ എഡ്ജസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ എ ബി, അതുപോലെ തന്നെ ഈ പോയിന്റ്സ് ഒക്കെ നെയിം ചെയ്തിട്ടുണ്ട്, BC, CD, EF, GH എന്നൊക്കെ പറയുന്നതാണ്. ഈ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിമ്പിൾ പൊസിഷൻ കേസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഹെക്സഗണൽ ഫേസ് ആണ് HP റെസ്റ്റ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ ഫേസ് ആണ് HP റെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ പറഞ്ഞ കണ്ടീഷൻ എന്താണ്, ഇറ്റ് റെസ്റ്റ് ഓൺ ഗ്രൗണ്ട് ഓൺ വൺ ഓഫ് ഇറ്റ്സ് എഡ്ജ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എൻ്റയർ ഹെക്സഗണൽ ഫേസ് ഈ HP റെസ്റ്റ് ചെയ്യണ്ട, പകരം എന്താണ് ഒരു എഡ്ജ് മാത്രം റെസ്റ്റ് ചെയ്താൽ മതി. ആ എഡ്ജ് നമുക്ക് ഈ എഡ്ജ് ആയിട്ട് നമ്മൾ മാറ്റുന്നു. അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഹെക്സഗണൽ ഫേസിനെ ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഒരു എഡ്ജിലേക്ക് ആക്കി മാറ്റണം. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് സ്ലൈറ്റ്ലി നിങ്ങൾ ഇൻക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആ ഒരു എഡ്ജിൽ മാത്രം ടച്ച് ചെയ്യുന്ന വരെ നിൽക്കും ഒരു ഹെക്സഗണൽ പ്രിസം. ക്ലിയർ ആണോ? ആ, അതാണ് പറഞ്ഞ ഓറിയന്റേഷൻ. അതായത് ഈ കേസിൽ എന്ന് പറഞ്ഞാൽ HP ഹെക്സഗണൽ ഫേസ് ടച്ച് ചെയ്താണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മളോട് പറഞ്ഞ കണ്ടീഷൻ എന്ന് പറഞ്ഞതാണ് ആ 3D സ്പേസിൽ ഹെക്സഗൺ ഉണ്ട്, പക്ഷെ ഹെക്സഗൺ റെസ്റ്റ് ചെയ്യുന്ന എന്താണ് ഒറ്റ എഡ്ജിൽ ടച്ച് ചെയ്തിട്ട് മാത്രമാണ്. ആ എഡ്ജാണ് ഈ AB. അപ്പൊ ഇവിടെ നിന്ന് ഉള്ള ഈ ഹെക്സഗണൽ പ്രിസത്തിനെ നമ്മളിങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ എഡ്ജ് ടച്ച് ചെയ്ത് മാത്രം ലിഫ്റ്റ് ചെയ്യും. അപ്പോൾ എൻ്റയർ ഈ സാധനം എന്ന് പറയുന്നത് എന്താണ്, അത് നിൽക്കുന്നത് HP ടച്ച് ചെയ്യുന്നത് ഒരു എഡ്ജിൽ മാത്രമായിട്ട് മാറും. അങ്ങനെയാണ് ഈ വരച്ചത്. അതിന്റെ ടോപ്പ് വ്യൂ ആണിത്. ഇപ്പൊ നോക്കിയറിയാം, ഈ AB മാത്രമേ ശരിക്കും HP ടച്ച് ചെയ്യുന്നുള്ളൂ. അതിന്റെ ടോപ്പ് വ്യൂ ആണിത്. AB മാത്രമേ HP ടച്ച് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള പോർഷൻ ഒക്കെ HP നിന്ന് ലിഫ്റ്റ് ചെയ്ത പോലത്തെ ഒരു പൊസിഷനാണ് ഇവിടെ വരച്ചിരിക്കുന്നത്, ടോപ്പ് വ്യൂ. ക്ലിയർ ആണോ? ഓക്കെ.